ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭാ മുഖപത്രം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. പ്രതിഷേധമറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നാൻ മാർ മിലിത്തിയോസ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ CPM-ഉം കോൺഗ്രസും മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് BJP. ദേശീയപാത 66-ൽ ചാവക്കാട് അത്താണിയിലെ അപ്രോച്ച് റോഡിൽ വിള്ളൽ രൂപപ്പെട്ട ഭാഗം പൊളിച്ചു നീക്കി വീണ്ടും ടാറിട്ടു. പ്രദേശത്തെ വെള്ളക്കെട്ടും നീളമേറിയ വിള്ളലും സമീപവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. കോർപ്പറേഷന്റേത് കുറ്റകരമായ അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. ഇച്ചിപ്പാറ സ്വദേശി അബ്ദുൾ ഖാദറാണ് മരിച്ചത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായ അഭ്യൂഹം. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. അരിമ്പൂരിൽ കുറുനരിയുടെ കടിയേറ്റത്തിനെ തുടർന്ന് പേവിഷബാധയ്ക്ക് ചികിത്സയിലായിരുന്ന 3 പശുക്കൾ ചത്തു. തിരുവല്ലോമലയിൽ തലയിൽ ഗുരുതരമായ മുറിവുമായി അലഞ്ഞുതിരിഞ്ഞ് തെരുവുകാളയെ മയക്കുവെടി വെച്ച് പിടികൂടി. വാർത്തകളിലേക്ക് വിശദമായി. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭയുടെ മുഖപത്രം. ന്യൂനപക്ഷങ്ങൾ കേരളത്തിലൊഴിച്ച് എല്ലായിടത്തും അരക്ഷിതാവസ്ഥയിലാണ്. ഛത്തീസ്ഗഡിലും ഒറീസയിലുമടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയ മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട്. BJPയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ലെന്ന് കേരള ഘടകത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നുവെന്നും എഡിറ്റോറിയൽ നിലപാട് വ്യക്തമാക്കി. കന്യാസ്ത്രീകളല്ല ബന്ദി, മതേതര ഭരണഘടന എന്ന തലക്കെട്ടോടെയാണ് എഡിറ്റോറിയൽ. BJP അധികാരത്തിലെത്തിയ 2014 മുതൽ 2024 വരെ ക്രൈസ്തവർക്കെതിരെ 4316 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ടെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നാൻ മാർ മിലിത്തിയോസ്. എന്തിനാ പ്രതിഷേധിക്കുന്ന, അടുത്ത പെരുന്നാളിന് ഡൽഹിയിൽ ഒന്നുകൂടെ വിളിച്ച് ആദരിച്ചാൽ പോരെ എന്ന പരിഹാസവുമായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ യുഹന്നാൻ മാർ മിലിത്തിയോസ് രംഗത്തെത്തിയത്. ഫേസ്ബുക്കിലൂടെയാണ് യുഹന്നാൻ മാർ മിലിത്തിയോസിന്റെ പ്രതികരണം. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്താരോപിച്ച് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ച സംഭവം പ്രതിഷേധാർഹവും വേദനാജനകവുമാണെന്ന് CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ദുർഗസംഭവം രാജ്യത്ത് ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. സന്യസ്തർക്ക് സഭാവസ്ത്രം ധരിച്ച് രാജ്യത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന സംഭവങ്ങളിൽ ഒന്നു മാത്രമാണിത്. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഭയമില്ലാതെ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സംരക്ഷണം നൽകാൻ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ തുറന്ന കത്തയച്ചു. ഈ സംഭവം അറിയാത്തതുകൊണ്ടാകും സുരേഷ് ഗോപി ഇടപെടാത്തതെന്ന് കത്തിൽ പറയുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാനും അവരുടെ മോചനത്തിനും ഇടപെടുമെന്ന് ഉറപ്പുണ്ട്. ജനാധിപത്യവും മതേതരത്വവും ഉറപ്പുവരുത്താൻ കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം സുരേഷ് ഗോപി നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജോൺ ഡാനിയൽ കത്തിൽ പറയുന്നു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച BJP സർക്കാരിന്റെ നടപടിക്കെതിരെ തൃശൂർ അയ്യന്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി തെക്കേ ഗോപുര നടയിൽ സമാപിച്ചു. തുടർന്ന് മെഴുകുതിരി തെളിയിച്ച് നടന്ന യോഗം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുൻ MLA MP വിൻസെന്റ്, KPCC സെക്രട്ടറിമാരായ ജോൺ ഡാനിയൽ, രാജേന്ദ്രൻ അരങ്ങത്ത്, A പ്രസാദ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP സർക്കാരിനെതിരായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിൽ പ്രതിഷേധിച്ച് CPM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പുത്തൻപിടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം CPM അന്തിക്കാട് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KR രബീഷ് അധ്യക്ഷനായി. VP പ്രേംശങ്കർ, സുജിത് അന്തിക്കാട്, TG ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് BJP സംസ്ഥാന ഘടകം ഗൗരവത്തോടെ കാണുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവരുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചിരുന്നു. നീതിയുക്തമായ അന്വേഷണം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യക്കടത്തുകാരുമായി നടക്കുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്.
അതിന്റെ ഭാഗമായി ശക്തമായ അന്വേഷണവും നടക്കുന്നു. കന്യാസ്ത്രീകൾ നിരപരാധികളാണെങ്കിൽ അവരുടെ മോചനം സാധ്യമാകും. അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് എല്ലാവിധ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സംഭവത്തെ വർഗീയമായി മുതലെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ഇതിന് ശ്രമിച്ചെന്നും BJP നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ, മേഖലാ അധ്യക്ഷൻ A നാഗേഷ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു അന്വേഷണം ഈ കേസിൽ അവിടെ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അതുപ്രകാരം അന്വേഷണം നന്നായിട്ട് നടക്കുന്നു. യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയമാകാതെ നീതിയുക്തമായിട്ടുള്ള ഒരു അന്വേഷണം അവിടെ ഉറപ്പുവരുത്താൻ BJP സംസ്ഥാന ഘടകത്തിന് സാധിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റം ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആഡിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആഡി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആഡി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയപാത 66-ൽ ചാവക്കാട് അത്താണിയിലെ അപ്രോച്ച് റോഡിലുണ്ടായ വിള്ളലിൽ നടപടി ആരംഭിച്ച് നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനി. പ്രദേശത്തെ വെള്ളക്കെട്ടും നീളമേറിയ വിള്ളലും സമീപവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ദേശീയപാത 66 ചാവക്കാട് തിരുവത്ര അത്താണി അപ്രോച്ച് റോഡിലാണ് 50 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത്. പ്രദേശത്തെ 2 യുവാക്കൾ നടക്കാനിറങ്ങിയപ്പോഴാണ് കോൺക്രീറ്റ് ഒലിച്ചിറങ്ങുന്നത് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രദേശത്ത് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ അധികൃതരെ അറിയിക്കുകയായിരുന്നു. ഒരു 6-6:30 നടക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇങ്ങനെ ജസ്റ്റ് വിള്ളൽ കാണാൻ സ്ഥിതിയായത്. ഏകദേശം ഒരു 50 മീറ്ററോളം ഇങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ജസ്റ്റ് സിമെന്റ് ഇട്ടിട്ട് ജസ്റ്റ് കോട്ടിംഗ് എന്നുള്ള രീതിയിൽ മറച്ചിട്ടുള്ള രീതിയിലാണ് വിള്ളൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ജസ്റ്റ് കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു ഈ വിള്ളൽ അവർ ചെയ്തിട്ടുള്ളത്. TCBയിലൂടെയാണ് ഈ വാർത്ത ആദ്യം പുറത്തെത്തുന്നത്. പിന്നീട് അധികൃതർ ഇടപെട്ട് തുടങ്ങി. രാവിലെ പരിശോധനകൾ ആരംഭിച്ചു. ശിവാലയ കമ്പനിയാണ്. അവർ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ഈ ക്രാക്ക് എത്രത്തോളം ആഴത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചൊരു പരിശോധന നടത്തുന്നുണ്ട്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ബിറ്റ്മെൻ കോൺക്രീറ്റ് ഇടുന്ന എല്ലാ പ്രദേശത്തും ചില സ്ഥലങ്ങളിൽ മഴയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചെറിയ ഇതേപോലുള്ള വിള്ളലുകൾ വരാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കൊണ്ട് തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. 15 വർഷം അവർക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരേറ്റവും ശ്രദ്ധാപൂർവം തന്നെയാണ് പണികൾ നടത്തുന്നത് എന്നാണ് നമ്മൾ ഇതിൻ്റെ കമ്പനിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു. വലിയ രീതിയിലുള്ള ആശങ്കയാണ് സമീപവാസികൾ പങ്കുവെക്കുന്നത്. കാരണം മലപ്പുറത്ത് ദേശീയപാത നിർമ്മാണത്തിലിരിക്കെ സർവീസ് റോഡിലേക്ക് നിലം പതിച്ചത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇത്തരത്തിൽ സമാനമായ രീതിയിലാണ് ഈ പ്രദേശത്തെയും സ്ഥിതി. സമീപ പ്രദേശത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. ഭിത്തിയോട് ചേർന്നാണ് ഈ വിള്ളൽ കണ്ടെത്തിയത് എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ ഈ വിള്ളൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങളും ഒരുപാട് ആളുകളും ഒരുപാട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇത് ഈ രൂപത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടാൽ ഇത് അവസാന നിമിഷത്തിലേക്ക് എന്താവും? ഇവരെ പണി തീർത്തിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയർ ആക്കാന്നുള്ള രീതിയിൽ എന്താ പറയുക ചെയ്യുന്ന പോലെ തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം ഏകദേശം 1 സെൻറ്റിമീറ്റർ പോലും നമുക്ക് ഈ താറിൻ്റെ കട്ടി വരുന്നില്ല. ഇത് ഏറ്റവും ലോ ക്വാളിറ്റി എന്നുള്ള ബേസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ വർക്ക് കണ്ടിട്ടുള്ളത് തോന്നിയിട്ടുള്ളത്. ഇത് ഓപ്പണും കൂടി ആയിട്ടില്ല ഈ റോഡ്. ഇനി ഓപ്പൺ ആവുന്ന സമയത്ത് വലിയ ഹെവി വെഹിക്കിൾ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിനെക്കാട്ടി കൂടുതൽ വിള്ളൽ വരാനും ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അപകടം കണ്ടു കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമതും ഇതുപോലത്തെ ഒരു അപകടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികാരികൾക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തത്. മാസങ്ങൾക്ക് മുൻപ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലായും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ കണ്ടെത്തിയത്. ഇതിന് സമാനമായി തന്നെയാണ് ഈ അപ്രോച്ച് റോഡിലും ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയത്. വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പേ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അത്താണി അപ്രോച്ച് റോഡിലെ സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻമാരായ സിബി പോട്ടൂരിനും ലിയോൺസിനും റിപ്പോർട്ടർ ഹാരിസ് ചാവക്കാടിനുമൊപ്പം അഭിജിത്ത് തലച്ചറ, TCV.
ദേശീയപാത തിരുവത്തര അത്താണിയിൽ വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്ന ഷാനവാസിന്റെ വീട്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥരെത്തി. ഇവരുടെ ദുരിതം കഴിഞ്ഞ ദിവസം TCV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഭൂരേഖ തഹസീൽദാർ CR ജാസൻ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസീൽദാർ ബിജുമോൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. അടുത്ത ദിവസം തന്നെ ദേശീയപാത അധികൃതരുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരം കാണുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കാർ പുറത്തേക്കെടുക്കാൻ പറ്റാതെയായത്. വില്ലടം സ്വദേശി രാജന്റെ കാറാണ് കുടുങ്ങിയത്. ഞങ്ങളൊരു 11 മണിക്ക് വന്നിട്ടുണ്ടായിരിക്കും. വന്നിട്ട് വണ്ടി ഇവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അച്ഛനും ഭരിച്ചിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊടുത്തിട്ട് അത് പോകാനായിട്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആ കാര്യങ്ങളൊക്കെ സ്പീഡായി നടന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ വണ്ടി എടുക്കാൻ സാധിക്കുന്നില്ല. അത് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂറോളായി. ഉദ്ഘാടനം കഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് ടവർ തുറന്നു നൽകിയത്. കഴിഞ്ഞ ജൂണിൽ തുറന്നു നൽകിയ ടവറിൽ 22ാമത്തെ കാറാണ് കുടുങ്ങുന്നത്. തുടർച്ചയായി പാർക്കിംഗ് ടവറിൽ കാർ കുടുങ്ങുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി. കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം സംഭവം ആവർത്തിക്കാൻ കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ പറഞ്ഞു. കുറ്റമറ്റ രീതിയിൽ പാർക്കിംഗ് ടവർ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അടച്ചുപൂട്ടണമെന്നും രാജൻ പല്ലൻ ആവശ്യപ്പെട്ടു. ഇതിപ്പോ എന്റെ അറിവനുസരിച്ച് 25ാമത്തെ 30ാമത്തിന്റെ ഉള്ളിലുള്ള ആളുകളാണ് ഈ ഇതിൽ കുടുങ്ങിയിട്ടുള്ളത്. 1 കോടി രൂപ ചെലവ് ചെയ്താണ് 14 കാർ പാർക്ക് ചെയ്യാവുന്ന സംവിധാനം ഒരുക്കിയത്. ഇത് ഉദ്ഘാടനത്തിന് ശേഷം 3-4 മാസക്കാലം പ്രവർത്തിക്കാതെ കിടന്നു. അങ്ങനെ കൗൺസിലിനകത്തും പുറത്തും കൗൺസിലർമാർ പ്രതിഷേധമായി വന്നപ്പോഴാണ് പ്രവർത്തിച്ചു തുടങ്ങിയ ശേഷം എൻ്റെ അറിവനുസരിച്ച് 20-30ഓളം വാഹനങ്ങൾ ഇതേപോലെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. ഒരു പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ വശങ്ങളുള്ള കൃത്യമായി അറിയാവുന്ന ഉദ്യോഗസ്ഥരും മേൽനോട്ടത്തിൽ നിർവഹിക്കേണ്ടതാണ്. ഇത് നിർവഹിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സഹോദരൻ വിൽവട്ടം മേഖലയിലുള്ള രാജൻ എന്ന് പറയുന്ന വ്യക്തി. അയാളുടെ മകള് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യത്തിന് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 1/4 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു. അവിടെ സ്വന്തം വാഹനം ഒന്ന് പുറത്തേക്ക് ഇറക്കി കിട്ടാൻ. ഇത് ആദ്യത്തെ അനുഭവമല്ലാട്ടാ. 30ഓളം ആളുകൾ ഇതേപോലെ കുടുങ്ങിയിട്ടുണ്ട്. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ സുരക്ഷാ സംവിധാനമില്ലാതെ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ സ്വദേശി ചക്കുങ്ങൽ വീട്ടിൽ 44 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. അപകടം നടന്ന ഉടൻ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചിമ്മിനി ഡാമിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള റോഡിന് കുറുകെയാണ് മരം വീണത്. കമ്പിയിൽ വീണ് താഴ്ന്നതോടെ മേശയ്ക്ക് മുകളിൽ കയറി നിന്ന് മരം മുറിച്ചു മാറ്റിയ ഖാദർ താഴെ ഇറങ്ങുന്നതിനിടെ തടി തലയിൽ വന്നിടിക്കുകയായിരുന്നു. 2 ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണത്. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഖാദർ മരം മുറിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതേസമയം വനപ്രദേശത്തെ മരം മുറിച്ചു മാറ്റിയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മുൻകരുതലെടുത്തില്ലെന്ന് KICB അധികൃതർ പറഞ്ഞു. എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന KICB ഉദ്യോഗസ്ഥർ ഇടപെടാതിരുന്നപ്പോഴാണ് ഖാദറിനോട് മരം മുറിച്ചു നീക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് വനംവകുപ്പ് അധികൃതരുടെ വിശദീകരണം. ചിമിനി ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി അംഗമാണ് അബ്ദുൽ ഖാദർ. ചിമിനിയിൽ മരം മുറിച്ചു മാറ്റുന്നതിനിടെ തൊഴിലാളി മരിച്ച സംഭവത്തിൽ വനം KICB ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. അപകടത്തിൽ മരിച്ച അബ്ദുൽ ഖാദറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാർ വനം KICB ഉദ്യോഗസ്ഥരെ ചിമ്മിനിയിൽ തടഞ്ഞുവെച്ചത്. പിന്നീട് KK രാമചന്ദ്രൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് MLA അറിയിച്ചു. ഈ കമ്പിയും മെഴുകി ഇത് വന്നടിച്ചെന്നുള്ളതാണ് നിങ്ങൾ പറയുന്ന ഭാഗം. എന്റെ പേര് പോൾസൺ, ഞാൻ പ്രിൻസിപ്പൾ. ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടി വരും, അല്ലാണ്ട് സാർ അവർ ഇവിടെ കൊണ്ടുപോയില്ല. കാലത്ത് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നവര് സംഭവം നടക്കുന്ന സമയത്ത് വടക്കാഞ്ചേരി അകമലയിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. തിങ്കളാഴ്ച രാവിലെയാണ് അകമല കുഴിയോട് വെള്ളാങ്കുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വനത്തിനോട് ചേർന്നുള്ള പറമ്പിൽ കടുവയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. 6 ഇഞ്ചോളം വ്യാസമുള്ള കാൽപ്പാടുകളാണ് ചെളിയിൽ പതിഞ്ഞിട്ടുള്ളത്. കാട്ടുപന്നിയെ വേട്ടയാടുന്നതിനിടെ കടുവ എത്തിയതായാണ് സംശയം. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന ഇറങ്ങി നാശനഷ്ടം വരുത്തിയിരുന്നു. കാട്ടാനയ്ക്ക് പുറമെ ഇപ്പോൾ കടുവയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടതോടെ സമീപവാസികൾ ഭീതിയിലാണ്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എന്നാൽ കാൽപ്പാട് കടുവയുടേതാണെന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. അരിമ്പൂരിൽ കുറുനരിയുടെ കടിയേറ്റത്തിനെ തുടർന്ന് പേവിഷബാധയ്ക്ക് ചികിത്സയിലായിരുന്ന 3 പശുക്കൾ ചത്തു. 1 പശു ചികിത്സയിലാണ്. കൈപ്പിള്ളി വീട്ടിൽ സിദ്ധാർത്ഥന്റെ 2ഉം കിഴക്കുപുറത്ത് ഉണ്ണികൃഷ്ണന്റെ 1 പശുവുമാണ് ചത്തത്. ഈ മാസം 8-നാണ് പശുക്കൾക്ക് കടിയേറ്റത്. പേവിഷബാധയ്ക്കെതിരായുള്ള 4 കുത്തിവയ്പ്പുകൾ നടത്തി ചികിത്സ തുടർന്നെങ്കിലും 2 പശുക്കൾ കഴിഞ്ഞ ദിവസവും തിങ്കളാഴ്ച രാവിലെ 3-ാമത്തെ പശുവും ചാവുകയായിരുന്നു.
സിദ്ധാർത്ഥൻ കഴിഞ്ഞ 35 വർഷമായി ക്ഷീരകർഷകനാണ്. നല്ല ക്ഷീരകർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയ ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാണ് അടഞ്ഞത്. പശുവിന്റെ അടുത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കിയപ്പോഴാണ് കുറുക്കൻ അവിടെ നിന്ന് പോണത്. പിന്നെ നോക്കിയപ്പോൾ പശുവിന്റെ മൂക്കിന്റെ അവിടെ 3-4 അടയാളം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ 5:30 നേരത്തെ വീണ്ടും ആ കുറുക്കൻ വന്നപ്പോൾ മറ്റൊരു പശുവിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടു. അതിന്റെ അടുത്ത് ഒരു ചെറിയ മാന്തലേ ഉണ്ടായിരുന്നുള്ളൂ. ആ പശുവാണ് ഇപ്പൊ ഈ കാണുന്നത്. മറ്റതിന് ആദ്യമേ തന്നെ 3 ദിവസം മുമ്പാണ് അത് ചത്തത്. ഉപജീവനമാർഗമായി ഉണ്ടായിരുന്ന ഒരു പശു ചാവുകയും രണ്ടാമത്തെ പശു ചികിത്സയിൽ തുടരുകയും ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ 13 വർഷമായി ക്ഷീരകർഷകനാണ്. തൊട്ടുപാക്കി ചെല്ലുമ്പോ ഇത് കടിച്ചു പോകണം, കടിച്ചു ചാടി എന്നെ കടിക്കണ്ടാണ്. 2 പശുക്കളും കടിച്ചു നോക്കുമ്പോ എന്നിട്ട് കുറഞ്ഞ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് ഓരോ ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ 1.5 ഇഞ്ചക്ഷൻ ചെയ്തു. 4 ഇഞ്ചക്ഷൻ എടുത്തു. 4 ഡോസ് എടുത്തു. 5ാമത്തെ കോഴ്സിന് വന്നപ്പോൾ മരണം. ഇവരെല്ലാം ക്ഷീരസംഘങ്ങളിൽ ദിവസേന പാലളക്കുന്നവരാണ്. പശുക്കൾ ചത്തതോടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ ക്ഷീരകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. കർഷകർക്കുണ്ടായ സാമ്പത്തിക നഷ്ടം പരിഹരിക്കാൻ സാധ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ക്ഷീരകർഷകരുടെ പശുക്കൾക്കാണ് കുറുനരിയുടെ കടിയേറ്റിട്ട് പേവിഷബാധ കണ്ടത്. അതിൽ 3 എണ്ണം മരണപ്പെട്ടു. ഒരെണ്ണത്തിന് ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഈ അരിമ്പൂര് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറുനരികൾ ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് കയറി വരുന്ന ഒരു പ്രതിഭാസം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം നേടിയിട്ടും അതുപോലെ തന്നെ ആവാസവ്യവസ്ഥ തകരുമ്പോഴാണെന്നാണ് പറയുന്നത്. സംഭവത്തെ തുടർന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം KK ഹരിദാസ് ബാബു, വെറ്ററിനറി ഡോക്ടർമാരായ രാധിക ശ്യാം, അലക്സ് എന്നിവർ ക്ഷീരകർഷകരുടെ വീടുകൾ സന്ദർശിച്ചു. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തിരുവല്ലോമലയിൽ തലയിൽ ഗുരുതരമായ മുറിവുമായി പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ തെരുവുകാളയെ മയക്കുവെടി വെച്ച് പിടികൂടി. മയക്കുവെടി വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാളയെ സുരക്ഷിതമായി പിടികൂടിയത്. തുടർന്ന് ആവശ്യമായ ചികിത്സ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. കാളയുടെ പരിക്ക് ഭേദമാകുന്നതുവരെ പരിചരണം നൽകാനാണ് അധികൃതരുടെ തീരുമാനം. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം തൃശൂർ ജില്ലയിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ 41,819 പേർ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചു. നിലവിലുള്ള പട്ടികയിലെ വിവരങ്ങൾ തിരുത്തുന്നതിന് 203 അപേക്ഷകളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പേരുമാറ്റത്തിന് 1126 അപേക്ഷകളും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് 1663 അപേക്ഷകളുമാണ് ലഭിച്ചത്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാത എറവിൽ പെരുമ്പുഴ പാടത്തിന് സമീപം നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതുവഴി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷമാണ് കാർ വെള്ളം നിറഞ്ഞ തോട്ടിലേക്ക് വീണത്. ബൈക്ക് യാത്രക്കാരനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യസൻപുരം സ്വദേശി കോഴിശ്ശേരി വീട്ടിൽ അജിത് കുമാറാണ് കാർ ഓടിച്ചിരുന്നത്. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് സംവിധാനമുള്ള കാറിൽ അബദ്ധത്തിൽ റിവേഴ്സ് മോഡ് ഇട്ട് ആക്സിലേറ്റർ കൊടുത്തതാണ് അപകടത്തിന് കാരണമായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പുറകോട്ട് നീങ്ങി റോഡിൽ വട്ടം കറങ്ങി അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ശേഷം സമീപത്തുള്ള വെള്ളം നിറഞ്ഞുകിടക്കുന്ന തോട്ടിലേക്ക് മറിയുകയായിരുന്നു. അജിത് കുമാറിനെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പുറത്തെത്തിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ വീണ്ടും BJPയുടെ പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് 5 മിനിറ്റിനുള്ളിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു.
പദ്ധതി വിഹിതം നീക്കിവെക്കുന്നതിൽ BJP കൗൺസിലർമാരുടെ വാർഡുകളോട് വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് BJP നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് നഗരസഭാ യോഗം തടസ്സപ്പെടുത്തിയത്. പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചതോടെ അജണ്ടകൾ പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ TK ഗീത യോഗം പിരിച്ചുവിട്ടു. ഭരണപക്ഷ അംഗങ്ങൾ യോഗ ഹാൾ വിട്ടിറങ്ങിയെങ്കിലും BJP കൗൺസിലർമാർ മുദ്രാവാക്യ വിളി തുടർന്നു. അവഗണനയ്ക്കെതിരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് TS സജീവൻ പറഞ്ഞു. വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഈ കൃത്യമായിട്ട് സമയത്തിന് ഫണ്ട് കെട്ടാത്തതിന്റെ പേരിൽ ശ്രീമാൻ സുനിൽകുമാറിന്റെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കൊടുക്കാത്തതിന്റെ പേരിൽ ചെയ്യാൻ നിർമ്മാണ പ്രവർത്തനം നടത്താത്തതിന്റെ പേരിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും വികസനം വേണം. ഞങ്ങളതാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് BJP വാർഡിലേക്ക് മാത്രം വികസനം ചോദിക്കുന്നില്ല, എല്ലാ വാർഡിലേക്കും തുല്യമായി വികസനം വരണം. ആ വികസന പ്രവർത്തനം തടയിട്ടിട്ടാണ് LDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിത് ചോദ്യം ചെയ്യും. അത് ഏത് തരത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കേസ് കൊടുത്താലും ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇതിനിടെ തുടർച്ചയായി നഗരസഭാ യോഗം തടസ്സപ്പെടുത്തുന്ന BJPക്കും ചർച്ചകളില്ലാതെ അജണ്ടകൾ പാസാക്കുന്ന LDFനുമെതിരെ കോൺഗ്രസ് കൗൺസിലർ VM ജോണി കൗൺസിൽ ഹാളിൽ കിടന്ന് സമരം ചെയ്തു. 28-28 തീയതിയായി ഈ പ്രശ്നം പറഞ്ഞു തീർക്കണ്ടേ? പുറത്ത് ഉത്തരവാദിത്തപ്പെട്ടവര് പ്രതിപക്ഷങ്ങളായാലും ഭരണപക്ഷമായാലും വിളിച്ച് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണ്ടേ? ഇത് ഈ കൊടുക്കലും നഗരത്തിന് ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന 28ഓളം അജണ്ടകളും 8 സപ്ലിമെന്ററി അജണ്ടകളും ഇന്നത്തെ ദിവസം എല്ലാം പാസ്സാക്കി അവരൊക്കെയാണ് പോയി. ഇവര് പ്രതിപക്ഷം സമരത്തിലാണ്. ഇത് നിരന്തര സമരം. ഇത് പറവൂർ നഗരസഭയിലോ ഈ ഇരികാലക്കുടയിലോ നിങ്ങളുടെ ഈ ഗുരുവായൂരിലെ ഒരു നഗരസഭകളിലും ഇതുപോലത്തെ അവസ്ഥയില്ല. എന്നാൽ BJPയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ LDF രാഷ്ട്രീയം കലർത്താറില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത പറഞ്ഞു. ഇപ്പൊ പാർവതി ചേച്ചിയുടെ വാർഡില് BJP വാർഡല്ലേ, അവിടെ 38 ലക്ഷം രൂപ MLA ഫണ്ടും നഗരസഭയുടെ ഫണ്ടും കൂടി 55 ലക്ഷം രൂപയുടെ നല്ല രീതിയിൽ പണി കഴിപ്പിച്ച സബ് സെന്ററിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഉദ്ഘാടനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ വല്ല തടസ്സം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു വികസനത്തിന്റെ കാര്യത്തിലും കൊടുങ്ങല്ലൂർ നഗരസഭ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഫണ്ട് നൽകാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ്. ആർക്കും ഫണ്ട് കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഇല്ല. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. തിരുവത്തറ പുതിയറ ക്വാർട്ടേഴ്സിൽ തീപിടുത്തം. KVK വില്ലയിൽ താമസിക്കുന്ന രായ്മറയ്ക്കാർ വീട്ടിൽ ഷാബിയയുടെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. മിക്സി, വാഷിംഗ് മെഷീൻ എന്നിവ കത്തി നശിച്ചു. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. BJP പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയാൽ പോലീസുകാർ പെൻഷൻ വാങ്ങില്ലെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ചെമ്മണ്ണൂരിലുണ്ടായ CPM ആക്രമണത്തിൽ പരിക്കേറ്റ BJP പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ്, KR അനീഷ്, PJ ജെബിൻ, മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹരിയാന ഞങ്ങളാണ് ഭരിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ PG വിദ്യാർത്ഥിയെ രോഗി ശാരീരികമായി ഉപദ്രവിച്ചതിലും അപമര്യാദയെ പെരുമാറിയതിലുമായിരുന്നു പ്രതിഷേധം. PG അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് BR അരവിന്ദ്, സെക്രട്ടറി സജിൻ ജോൺ, ഡോക്ടർ MA ജുബിൽ ദേവ്, ഡോക്ടർ റുമാന തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളത്ത് കടയുടെ പൂട്ടുപൊളിച്ച് പണവും പലവ്യഞ്ജനങ്ങളും കവർന്നു. തളിക്കുളം പുതിയങ്ങാടി 1-ാം കല്ലിൽ കുടുംബശ്രീയുടെ മഞ്ഞുതുള്ളി എന്ന കടയിലാണ് മോഷണം നടന്നത്. കട തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. 10,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. വലപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുരിയച്ചിറയിൽ സ്കൂട്ടറിനുള്ളിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടിക്ക് 2ാം ജന്മം. സ്കൂട്ടറിനുള്ളിൽ നിന്നാണ് ആ ശബ്ദം കേട്ടത്. കുരിയച്ചിറ സെന്ററിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിന്റെ ഉള്ളിൽ നിന്ന് കേട്ട ശബ്ദത്തിന് ആദ്യം ചെവി കൊടുത്തത് ഒരു കാൽനട യാത്രക്കാരിയാണ്. ഉടമ സ്കൂട്ടർ എടുക്കും മുൻപ് നാട്ടുകാരെ വിവരമറിയിച്ചു. ഇതോടെ വസ്ത്രവ്യാപാരിയായ രാജീവും നാട്ടുകാരും ചേർന്ന് സ്കൂട്ടർ പരിശോധിച്ചു. സ്കൂട്ടർ ചെരിച്ചു നോക്കിയപ്പോഴാണ് ടയറിന്റെയും മഡ്ഗാർഡിന്റെയും ഇടയിൽ പൂച്ചക്കുട്ടി കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത്. അനങ്ങാൻ കഴിയാത്ത നിലയിലായിരുന്നു. തുടർന്ന് പൂച്ചയെ ശ്രദ്ധാപൂർവം പുറത്തെടുത്തു.
CPR നൽകിയതോടെ പൂച്ച പുലിയായി. ചതഞ്ഞരഞ്ഞു പോകാതെ തിരിച്ചു കിട്ടിയ ജീവനും കയ്യിൽ പിടിച്ച് ഒറ്റപ്പാച്ചിൽ. പെരിങ്ങോട്ടുകരയിൽ 63-കാരിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗമായ വടക്കുമുറി സ്വദേശി വലിയ പറമ്പിൽ ശ്രീബിനാണ് അറസ്റ്റിലായത്. കാതിക്കുടത്ത് വീട്ടിൽ ലീലയെയാണ് പ്രതി ആക്രമിച്ചത്. കായ്ക്കുരു രാകേഷിന്റെ സംഘാംഗങ്ങളെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ പെരിങ്ങോട്ടുകര സ്വദേശിനിയായ പറമ്പിൽ വീട്ടിൽ സൗമ്യയുടെ മകൻ ആദിത്യകൃഷ്ണയെ അന്വേഷിച്ചാണ് സംഘം എത്തിയത്. ബഹളം കേട്ടെത്തിയ സൗമ്യയുടെ വല്യമ്മയായ ലീലയെ ഗുണ്ടാ സംഘം ആക്രമിക്കുകയായിരുന്നു. കേസിലെ 4 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. നെല്ലായി ആലത്തൂർ സ്വദേശി കുറുവത്ത് വീട്ടിൽ ആദർശാണ് അറസ്റ്റിലായത്. തൃശൂർ ജില്ലയിൽ നിന്ന് നാടുകടത്തിയ ഉത്തരവ് ലംഘിച്ചതിനാണ് നടപടി. കൊടകര പോലീസ് സ്റ്റേഷനിൽ 12 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ 12 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ഉത്തർപ്രദേശിൽ നിന്നും പിടികൂടി. ഉത്തർപ്രദേശിലെ അലഹബാദ് സ്വദേശിയായ അഭിനവ് പാണ്ഡെ എന്നയാളെയാണ് പിടികൂടിയത്. തൃശൂർ സ്വദേശിയെ ഫോണിലൂടെ മഹാരാഷ്ട്ര പോലീസാണെന്ന് വിശ്വസിപ്പിച്ച് ഫോൺ ചെയ്യുകയും പിന്നീട് CBI ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞ് കേസുമായി ബന്ധപ്പെട്ട് തന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലുള്ള തുക അയച്ചു തരണമെന്നും വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ തിരിച്ചയക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഭക്ഷണം കഴിക്കാനും ശൗചാലയ സൗകര്യത്തിനും വെള്ളത്തിനുമായി വിഷമിച്ച നാലമ്പല തീർത്ഥാടകരെ ഓഫീസിനകത്തേക്ക് സ്നേഹത്തോടെ ക്ഷണിച്ച് കുഴൂരിലെ KSEB ജീവനക്കാർ. KSEB കുഴൂർ സെക്ഷൻ ഓഫീസിലേക്കാണ് ക്ഷണിച്ചതെന്നറിഞ്ഞപ്പോൾ ആദ്യം തീർത്ഥാടകർ അമ്പരന്നെങ്കിലും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൗചാലയം ഉപയോഗിക്കാനും കഴിയുമെന്നായപ്പോൾ വലിയ സന്തോഷമായി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശികളായ വെള്ളാവ് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ശനിയാഴ്ചയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ പുറപ്പെട്ടത്. അവസാനമായി എത്തിയത് നാലമ്പല ദർശനത്തിനായാണ്. 45 സ്ത്രീകളും 5 പുരുഷന്മാരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. മൂഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് പായമ്മലിലേക്കുള്ള യാത്രക്കിടയിലാണ് കുഴൂർ KSEB സെക്ഷന് മുൻപിൽ വഴിയോരത്ത് ബസ് നിർത്തിയത്. വെള്ളത്തിനും മഴ നനയാതെ ഭക്ഷണം കഴിക്കാനും ശൗചാലയത്തിനുമായി ഓടി നടക്കുന്നതിനിടയിലാണ് KSEB ജീവനക്കാർ അടുത്തെത്തിയത്. ഓവർസിയർ VR പ്രദീപ് റോഡിലേക്കിറങ്ങി അവരെ ക്ഷണിച്ചപ്പോൾ സബ് എഞ്ചിനീയർ MC ബിന്ദുവും ലൈൻമാൻമാരായ റിജോ, ജോയി, ദേവൽകുമാർ, സ്റ്റാലിൻ എന്നിവരും തീർത്ഥാടകരെ സ്വീകരിക്കാൻ റോഡിലേക്കെത്തി. തളിപ്പറമ്പ് വെള്ളാവിന്ന് നാലമ്പല ദർശനത്തിനെത്തിയതാണ്. ഇവിടെ ചായ കുടിക്കാനുള്ള സൗകര്യം, ടോയ്ലറ്റും തന്നതിന്, വെള്ളവും തന്നതിന് വളരെയധികം നന്ദി. നാലമ്പല തീർത്ഥാടകർക്ക് ഭക്ഷണം കഴിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കും പൊതു ഇടങ്ങളില്ലാത്തത് പ്രയാസങ്ങളുണ്ടാക്കുന്നുണ്ട്. TCV ന്യൂസ്, മാള. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും പരസ്ത്രീ ബന്ധം ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയും ചെയ്ത കേസിൽ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ചിയാരം സൗത്ത് മുനിയം സ്വദേശി മേനോത്ത് പറമ്പിൽ വീട്ടിൽ അക്ഷയനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം, CPOമാരായ ധനേഷ്, ഷിജിൻനാഥ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ബൈപ്പാസ് റോഡിൽ പ്രവർത്തിക്കുന്ന ബോബനും മോളിയും റെസ്റ്റോറന്റിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. അടുക്കളയിലുണ്ടായിരുന്ന ഫ്രീസറിൽ നിന്നാണ് ഇവ പിടിച്ചെടുത്തത്. നഗരത്തിലെ 9 ഹോട്ടലുകളിലും ബേക്കറികളിലുമാണ് പരിശോധന നടത്തിയത്. കുറ്റക്കാർക്കെതിരെ പിഴ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പരിശോധനകൾ തുടരുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഉദ്യോഗസ്ഥരായ A നിസാർ, PA ഇംന, PM നീതു, അനന്തുലാൽ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ സഭ മുഖപത്രം. മതസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമെന്ന് CBCI പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്. പ്രതിഷേധമറിയിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ മിലിത്യൂസ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ CPMഉം കോൺഗ്രസും മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് BJP. ദേശീയപാത 66-ൽ ചാവക്കാട് അത്താണിയിലെ അപ്രോച്ച് റോഡിൽ വിള്ളൽ രൂപപ്പെട്ട ഭാഗം പൊളിച്ചു നീക്കി വീണ്ടും ടാറിട്ടു. പ്രദേശത്തെ വെള്ളക്കെട്ടും നീളമേറിയ വിള്ളലും സമീപവാസികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കോർപ്പറേഷന്റെ മൾട്ടി ലെവൽ പാർക്കിംഗ് ടവറിൽ വീണ്ടും കാർ കുടുങ്ങി. കോർപ്പറേഷന്റേത് കുറ്റകരമായ അനാസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ സ്വദേശി അബ്ദുൾ ഖാദറാണ് മരിച്ചത്. നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. വടക്കാഞ്ചേരി അകമലിയിൽ കടുവ ഇറങ്ങിയതായി അഭ്യൂഹം. പ്രദേശത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. അരിമ്പൂരിൽ കുറുനരിയുടെ കടിയേറ്റതിനെ തുടർന്ന് പേവിഷബാധയ്ക്ക് ചികിത്സയിലായിരുന്ന 3 പശുക്കൾ ചത്തു.
തിരുവല്ലുവാമലയിൽ തലയിൽ ഗുരുതരമായ മുറിവുമായി അലഞ്ഞു തിരിഞ്ഞ തെരുവുകാളയെ മയക്കുവെടി വെച്ച് പിടികൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.